ആ ഇതാരും മായേ എന്താണ്? അതെ, നന്ദുച്ചേട്ടൻ ഉണ്ട് ഇവിടെ. ആ ചേട്ടണ്ടല്ല, എന്താണ് കാര്യം? അതെന്റെ അച്ഛന് വയ്യ, അച്ഛന് നെഞ്ചുവേദന എടുക്കണം, അച്ഛനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാറിലൊന്നും എന്റെ അച്ഛനെ കൊണ്ടുപോവോ? വണ്ടി ഒന്നും വിളിച്ചിട്ട് കിട്ടണില്ല. അച്ഛൻ വേദന കൊണ്ട് കരഞ്ഞേന്. ഒന്ന് പറയോ നന്ദുച്ചേട്ടനോട്? എന്ത് കാര്യം ഇതൊക്കെ കാറെടുത്ത് കൊടുക്കാനായിട്ട്? കാറെടുത്ത് കൊടുത്താ കല്യാണത്തിന് പോകാനും പറ്റൂല, വൈകുകയും ചെയ്യും. അല്ല ഓട്ടോറിക്ഷയ്ക്കും പോട്ടെ. ആ അതുമായേ കാറേ കംപ്ലൈന്റ് ആണ്, ബ്രേക്ക് എന്തോ കിട്ടണില്ല. ചേട്ടൻ പറഞ്ഞായിരുന്നു ഇന്നേ വർഷോപ്പിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, ഓട്ടോറിക്ഷ കിട്ടുമോ നോക്ക്. ചെല്ല്, വൈകിക്കണ്ട, പോവാൻ നോക്ക്. ആണോ? കാർ കംപ്ലൈന്റ് ആണോ? ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? അറിയാവുന്ന 2 ഓട്ടോറിക്ഷക്കാരെ വിളിച്ച്, പക്ഷെ അവരെയൊന്നും കിട്ടണില്ല. ഞാൻ നല്ല റൂട്ടിൽ പോയി നോക്കട്ടെ, ഓട്ടോ കിട്ടുമെന്ന്. ചെല്ല്. ഓ പിന്നെ അവള് കാറ് ചോദിച്ചു വന്നേക്കണം. അവളുടെ ആവശ്യത്തിന് ടൈമില്ല ഞങ്ങളുടെ കാറ്. അല്ല ഓട്ടോറിക്ഷക്കും പോടി. ആരാണ് വന്നത്? അതാ മായ ഒന്നാണ് ഏട്ടാ. എന്താണ്? അവിടെ അച്ഛനെ നെഞ്ചുവേദന. അതെ ചേട്ടനെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോവാനേ കാറില്. അയ്യോ, നീ എന്താണ് വിളിക്കാണ്ടിരുന്നത്? എന്ത് കാര്യം ഇരിക്കണ്? എടീ, ഒരാൾക്ക് ആശുപത്രി പോകണമെന്നൊക്കെ പറയുമ്പോൾ നമ്മള് സഹായം ചെയ്ത് കൊടുക്കണം, ചെയ്തു കൊടുക്കണ്ടേ? അതിന് മര്യാദ. പിന്നെ എന്ത് കാര്യം ഇരിക്കണം? നമുക്ക് കല്യാണത്തിന് പോകാനുള്ളതല്ലേ? ഷോ, അത് കഴിഞ്ഞിട്ട് പോയാ പോലെ എന്റെ അച്ഛൻ കല്യാണത്തിന്. പിന്നെ ഇപ്പൊ തന്നെ സമയം വൈകി. അല്ലാന്നിട്ട് നീ അവളോട് എന്ത് പറഞ്ഞു? ഞാൻ കംപ്ലൈന്റ് ആന്ന് പറഞ്ഞു. കംപ്ലൈന്റ് ആണെന്നാ? ആ എന്തിനാടി ഇങ്ങനെയൊക്കെ നോണ പറയണത്? പിന്നെ അവരുടെ ആവശ്യത്തിന് ഇട്ടേക്കണാണ് ഈ കാറ്. അല്ലല്ല, നമ്മുടെ ആവശ്യത്തിന് മേടിച്ചിട്ടേക്കണാണ്. എന്താ ആംബുലൻസാ? ഓഹ്, എന്നാലും അങ്ങനെ അയൽപൊക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണ്ടേ? ചേട്ടന് ഇപ്പൊ റെഡിയായേ? സമയം വൈകി വന്നേ. ഓ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഫുഡൊന്നും പറയാനില്ല, അടിപ്പം ഫുഡായിരുന്നു. ആ ഇതാര്? സരസ്വതി ചേച്ചിയാ? ഇതവിടെ പോയി? അയ്യോ, നിങ്ങൾ അറിഞ്ഞില്ലേ മായയുടെ അച്ഛൻ മരിച്ചത്? ഞാൻ ഒന്ന് കാണാൻ പോയതാണ്. മരിച്ച? എന്ത് പറയാനാണ് മോനെ, എനിക്ക് വേദന വന്നതാണ്. ആശുപത്രി കൊണ്ടുപോയി രക്ഷിക്കാൻ പറ്റിയില്ല. ആണോ? കുറച്ച് നേരത്തെ കൊണ്ടുപോയി രക്ഷപ്പെടുമായിരുന്നു, പക്ഷെ അവര് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി. ഇത് എന്ത് ചെയ്യാ? ചേട്ടന് എന്നെ നോക്കണത്? അയാൾക്കേ അത്ര ആയുസുള്ളൂ, അയാളുടെ വിധി. നീ എന്തെന്നാണ് പറയണത്? അയാൾക്ക് അത്ര ആയുസുള്ളൂ? എനിക്ക് എങ്ങനെ പറയാൻ പറ്റണേ ഇങ്ങനെയൊക്കെ? അപ്പൊ ഇന്ന് വന്ന് വിളിച്ചതല്ലേ? അവളെ അച്ഛൻ ആശുപത്രി കൊണ്ടുവന്നിട്ട് കാറ് കൊണ്ടുവന്ന് ചെല്ലാൻ പറഞ്ഞു. ആ സമയത്ത് നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നില്ലേ ആ ചേട്ടൻ ആശുപത്രിയിൽ? ആ സമയത്ത് കൊണ്ടുവച്ചിരുന്നെങ്കിലേ ഒരു പക്ഷേ അച്ഛൻ രക്ഷപ്പെട്ടാനെ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ ചേച്ചി പറഞ്ഞത്, ഡോക്ടർമാര് പറഞ്ഞതാണ് കുറച്ചു നേരത്തെ എത്തിച്ചേരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. നീ ഇപ്പൊ കാണിച്ചതേ ഏറ്റവും വലിയ ദുഷ്ടത്തിലാണ്. ദൈവം പോലും നിന്നോട് പൊറക്കൂല. എനിക്കൊരു കാര്യം അറിയോ? എത്ര വലിയ ശത്രുവാണെങ്കിലും ഒരാപത്ത സമയത്ത് നമ്മുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിലേ നമ്മളത് ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് ഇതേപോലെ ആശുപത്രി കാര്യങ്ങളാണെങ്കിൽ. ചേട്ടാ ഇങ്ങനൊന്നും പറയല്ലേ, ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന്. ആ സമയത്ത് കല്യാണത്തിന് പോകാനുള്ളതല്ലായിരുന്ന, അത് വൈകുമെന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ പറഞ്ഞത്. ചേട്ടനൊന്ന് ക്ഷമിക്കും എന്നോട്. ഈ തെറ്റിനെ ക്ഷമ തരാനേ ഞാനാണല്ല. ഈ ക്ഷമ ചോദിക്കണേ മുകളിലിരിക്കുന്ന ദൈവത്തോടാണ്. ദൈവത്തിനോട് കരഞ്ഞു പറ, അത്രയും വലിയ തെറ്റാണ് നീ ചെയ്തത്. ഈ പുള്ളിലൊരു പശ്ചാത്താപം ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. കരഞ്ഞു നീ പ്രാർത്ഥിക്ക്.